നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയാണ്. 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹാജരാകാതിരുന്നത്. ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലാണ് ചോദ്യം ചെയ്യൽ. പരിശോധനയിൽ രേഖകൾ ED പിടിച്ചെടുത്തിട്ടുണ്ട്. വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണല്ലോ. നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ? തീർച്ചയായും ഗോപികൃഷ്ണൻ, തോട്ടക്കാട്ടുകരയിലെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് 1:30യോടുകൂടിയാണ് ED അന്വേഷണ സംഘം ഈ വീട്ടിലേക്ക് എത്തിയത്. തുടർന്ന് ശശിധരൻ കർത്തയെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒപ്പം തന്നെ 2 യൂണിറ്റായിട്ടാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഇതിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോൾ അല്പസമയം മുൻപ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ ചില രേഖകൾ ഉൾപ്പെടെയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ CMRLന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൊണ്ടുള്ള രേഖകളാകാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ CMRLും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ, ഈ കരാർ രേഖകൾ, ആദായ നികുതി വകുപ്പിന് നൽകിയ രേഖകളൊക്കെ ഹാജരാക്കണമെന്ന് ED ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്നും ഈ ആദായ നികുതി വകുപ്പിന് നേരത്തെ നൽകിയ രേഖകളാണെന്നും അത് അവർ വളരെ വിശദമായി പരിശോധിച്ചതാണെന്നും ഒരു മറുപടിയാണ് CMRL EDക്ക് നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീട്ടിലെത്തി ശശിധരൻ കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ആദ്യം 2 തവണ ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് നൽകിയിരുന്നു. പക്ഷെ അദ്ദേഹം ആ നോട്ടീസിനോട് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. തനിക്ക് ഹാജരാകാൻ കഴിയില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും അദ്ദേഹം കോടതിയെ അറിയിക്കുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ചോദ്യാവലി അയച്ചു തരികയാണ് എങ്കിൽ അതിന് മറുപടി നൽകാമെന്നും CMRL EDയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കർത്തയുടെ വീട്ടിൽ വന്ന ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. CMRLന്റെ ഉദ്യോഗസ്ഥരടക്കം നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു വിഭാഗത്തിൽ ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ പല ഇടങ്ങളിലായി പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ 3 ഉദ്യോഗസ്ഥരെ IT വിഭാഗത്തിലെയും ഒപ്പം തന്നെ ഫിനാൻസ് വിഭാഗത്തിലെയും ഒക്കെ ഉദ്യോഗസ്ഥരെ 24 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ചോദ്യം ചെയ്യലാണ് ED നടത്തിയിരുന്നത്. ഇതിനുശേഷം ഇന്നലെയും 2 ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ സെക്രട്ടറി ചുമതല വഹിക്കുന്ന സുരേഷ് കുമാറിനെയാണ് ഇന്നലെ ചോദ്യം ചെയ്തത്. ഇന്നും സുരേഷ് കുമാർ കൊച്ചിയിലെ ED ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചില രേഖകൾ ഹാജരാക്കി പിന്നീട് അദ്ദേഹം മടങ്ങിയിരുന്നു. ഈ രേഖകളൊക്കെ വളരെ വിശദമായി തന്നെ ED പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ലഭ്യമായിട്ടുള്ള മൊഴിയുമുണ്ട്. ഇതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശശിധരൻ കർത്തയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30യോടുകൂടിയാണ് ആ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാവുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനമായും എക്സാലോജിക്കും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. ഈ എക്സാലോജിക്കിന് ചെയ്യാത്ത സേവനത്തിന് 1,72,00,000 രൂപയാണ് ഈ CMRL നൽകിയതെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് 80 ലക്ഷം രൂപ ലോൺ ഇനത്തിലും നൽകിയിട്ടുണ്ട്. ഇത് ഏത് കരാർ അടിസ്ഥാനത്തിലാണ് ഈ തുക നൽകിയത്, ഈ തുക നൽകിയതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് ED ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഈ അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെ കൊച്ചിയിലെ ഈ അന്വേഷണ സംഘത്തിൽ അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരിപ്പോൾ ചോദ്യം ചെയ്യൽ ഇവിടെ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1:30യോടുകൂടി തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും നീണ്ടു നിൽക്കുന്നത്. ഗോപി, ശരി. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഇനി പോകാം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. ന്യൂമാഹി സ്വദേശി അസലമിനെതിരെയാണ് നടപടി. അശ്ലീല പ്രചാരണം നടത്തുന്നത് UDF ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. വ്യാജ വീഡിയോ ഏതു പാർട്ടിക്കാർ പ്രചരിപ്പിച്ചാലും നടപടിയെടുക്കണമെന്ന് MLA മാരായ KK രമയും ഉമാ തോമസും ആവശ്യപ്പെട്ടു. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയതിനാണ് ലീഗ് ഭാരവാഹിയായ അസ്ലമിനെതിരെ കേസെടുത്തത്. UDF സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ചേർന്നാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.
അശ്ലീല അക്രമമാണ് യഥാർത്ഥം നടക്കുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. വടകരയിലേത് നുണപ്രചാരണം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലടി കൊണ്ട് ക്യാമറ വെക്കുന്ന ആളുകളാണ് CPM-കാർ. അത്രയൊന്നും കോൺഗ്രസും UDF ഒന്നും ഒരു കാലത്തും അതപ്പതിക്കില്ല. CPIM-ന്റെ ആരോപണം നിഷേധിച്ച KK രമ MLA കുറ്റം ചെയ്തത് ഏത് പാർട്ടി പ്രവർത്തകരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് CPM നേതാക്കന്മാരും LDF-ന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമായ മണ്ഡലത്തിൽ ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരിയും രാജ്നാഥ് സിംഗും പ്രചാരണം കൊഴുപ്പിച്ച് രംഗത്തുണ്ട്. 24 കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് UDF കൊടികൾ ഉപയോഗിക്കാത്തത് പ്രചാരണായുധമാക്കി ഇടതുമുന്നണി. BJPയെ ഭയന്ന് സ്വന്തം കൊടി പോലും ഉപയോഗിക്കാനാകാത്ത കോൺഗ്രസിന് ഫാഷിസത്തെ എങ്ങനെ നേരിടാനാകുമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്നായിരുന്നു MM ഹസന്റെ മറുപടി. UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊടികൾ ഒഴിവാക്കിയത് ആയുധമാക്കുകയാണ് ഇടതുമുന്നണി. ഇന്നലെ ആഞ്ഞിരാജിക്കായി നടത്തിയ കൽപ്പറ്റയിലെ റാലിയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കരാട്ട് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പച്ചക്കൊടി വീശിയാണ് UDF-നെ വിമർശിച്ചത്. This is the flag of the INL. The INL is a respected member of the LDF. ഈ വിഷയം ആവർത്തിക്കുകയായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPയെ ഭയന്ന് സ്വന്തം കൊടി പോലും ഉപയോഗിക്കാനാകാത്ത കോൺഗ്രസിന് ഫാഷിസത്തെ എങ്ങനെ നേരിടാനാകും എന്നായിരുന്നു ചോദ്യം. ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് BJP ഭയം കൊണ്ടാണ്. മുസ്ലിം ലീഗിന്റെ കൊടികൾ ഒഴിവാക്കാൻ എല്ലാ കൊടികളും പ്രചാരണത്തിൽ നിന്നും മാറ്റി നിർത്തുകയാണോ എന്ന ചോദ്യത്തിന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ മറുപടി ഈ വിധമായിരുന്നു. ഞങ്ങൾക്ക് പറയാനുള്ള മറുപടിയൊക്കെ നേരത്തെ പറഞ്ഞു. കോൺഗ്രസ് പതാകയോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ വലിയ സ്നേഹവും വൈകാരിക ബന്ധവുമാണ് ഞങ്ങൾക്ക്. നിങ്ങളുടെ ഈ സ്നേഹത്തിന് നന്ദി പറയും. പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ UDF കൊടി ഉപേക്ഷിച്ചത് പ്രചാരണ രംഗത്ത് സജീവമാക്കാനാണ് ഇടതു നീക്കം. 24 വയനാട്. ജനവിധിക്ക് 9 നാൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് നേതാക്കൾ തമ്മിൽ വാക്പോര്. വാഗ്ദാനങ്ങൾ നൽകി പ്രധാനമന്ത്രിക്ക് ജനങ്ങളെ എപ്പോഴും പറ്റിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. CPIM-ന് RSS-ഉമായി ധാരണയുണ്ടെന്ന ആരോപണം ആവർത്തിച്ചു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാതൃകാ പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി കേരള സർവകലാശാലയിൽ ഇടതനുകൂല സംഘടന നടത്താനിരുന്ന പരിപാടിയിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് MP-യെ വൈസ് ചാൻസലർ വിലക്കി. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പോര് കടുപ്പിച്ച് മുന്നണികൾ. മാസപ്പടി കേസിൽ ED പിടിമുറുക്കുന്നതിനിടെ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി. നിങ്ങൾക്ക് ദുരവസ്ഥക്ക് ഇടയാക്കിയിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന BJPയാണ്. BJP ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSS-ന്റെ അജണ്ടയാണ്. പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള സർവകലാശാലയിൽ ഇടതനുകൂല സംഘടന നടത്താനിരുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് MP-യെ VC തടഞ്ഞത് വിവാദമായി. VC-യുടെ നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തി. VC-യുടെ പദവി എന്താണ്, എന്താണ് യൂണിവേഴ്സിറ്റി, അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് ജനാധിപത്യം, ഇതേക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാളാണ് VC ആയിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ധാർഷ്ട്യവും ദാസ്യവേലയും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഇതുപോലുള്ള ഉത്തരവുകൾ ഇനിയും ഇറക്കാൻ പറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകി ഇന്ത്യ മുന്നണിക്കായി പ്രവർത്തിക്കുമെന്ന കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചായികാടൻ. ഞാനും ജയിച്ചെന്നാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ BJPക്ക് ബദലായി ഒരു
മതേതര സ്വഭാവമുള്ള മുന്നണി അധികാരത്തിൽ വരണമെന്നത് നമ്മുടെ ആവശ്യമാണ്. പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് വി ഏനാദിമംഗലം വിമത സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട ദിവസം ആശുപത്രിയിലായതാണ് കോൺഗ്രസിന് വിനയായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വാർത്തയിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതും. 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. അവസാന ലാപ്പിൽ ദേശീയ നേതാക്കളെ മുഴുവൻ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ശ്രീനാഥ്, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള കുട്ടിക്കലാശം അടുക്കുമ്പോൾ എത്രത്തോളം സജീവമാണ് മുന്നണികൾ? ഗോപികൃഷ്ണൻ, മഹാരാഷ്ട്രയിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിദർഭ മേഖലയിലുള്ള 5 മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന നാഗ്പൂരിലാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന മണ്ഡലമാണ് നാഗ്പൂർ. അവിടെ കോൺഗ്രസ് പ്രദേശത്തെ കരുത്തനായൊരു നേതാവിനെ തന്നെ, കോൺഗ്രസിൻ്റെ പ്രദേശത്തെ ഒരു മുഖമായിട്ടുള്ള നേതാവിനെ തന്നെ രംഗത്തിറക്കി പോരാട്ടം കടുപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ കണ്ടതുപോലെ നിതിൻ ഗഡ്കരി കുറച്ച് പുറകോട്ടല്ല ഈ പ്രചാരണത്തിൽ. ഇത്തവണ അദ്ദേഹം കാര്യമായി തന്നെ പ്രചാരണം നടത്തുന്നത് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം ശക്തമായ പോരാട്ടമാണ് ഈ മേഖലയിൽ നടക്കുന്നതെന്ന്. ഏതായാലും കൊട്ടിക്കലാശം നമ്മുടെ കേരളത്തിലേതുപോലെ വലിയൊരു കൊട്ടിക്കലാശം ഇവിടെ ഇന്ന് നടക്കാനുള്ള സാധ്യതയില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം രാമനവമിയുമായി ബന്ധപ്പെട്ട് വൈകിട്ട് അത്തരത്തിലുള്ള ഘോഷയാത്രകളും മറ്റും നഗരത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് വലിയ പ്രചാരണ പരിപാടികൾ വൈകിട്ട് നടത്തരുത് എന്നൊരു അഭ്യർത്ഥന ജില്ലാ ഭരണകൂടം അടക്കം സ്ഥാനാർത്ഥികളോട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ കൊട്ടിക്കലാശം ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതേസമയം രാവിലെ മുതൽ രാമനവമിയുമായി ബന്ധപ്പെട്ട് ഓരോ റെസിഡൻഷ്യൽ സൊസൈറ്റികളും നടക്കുന്ന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് അവസാനഘട്ട വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ഗച്ചിറോളി അടക്കമുള്ള മാവോയിസ്റ്റ് ബാധിത മേഖലകൾ കൂടി വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ചന്ദ്രപൂർ പോലെ കോൺഗ്രസിന് ഒരേ ഒരു MP ശേഷിച്ച മണ്ഡലത്തിലും ഇത്തവണ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് ഉണ്ട്. അവിടെ 2023 നിലവിലെ MP മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത്. എന്നാൽ ആ മണ്ഡലവും തിരിച്ചു പിടിക്കുമെന്നുള്ള വാശിയിൽ BJP അവിടെ ഒരു സിറ്റിംഗ് മന്ത്രിയെ തന്നെ, സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ തന്നെ രംഗത്തിറക്കി പോരാട്ടം കടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2006 ശേഷം ഈ വിദർഭ മേഖലയിൽ നഷ്ടമായ അവരുടെ ഒരു പ്രതാപം അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതേസമയം BJPക്ക് ആവട്ടെ ഈ മേഖലയിൽ സമീപകാലത്ത് അവർ നേടിയിട്ടുള്ള നേട്ടങ്ങൾ അത് കൂടുതൽ ഉറപ്പിക്കേണ്ടതുണ്ട്. നാഗ്പൂർ പോലെ ഫട്നാവിസിൻ്റെയും ഗഡ്കരിയുമൊക്കെ തട്ടകം, അതിനൊപ്പം തന്നെ RSSൻ്റെ ആസ്ഥാനം, അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് ഇത്. കോൺഗ്രസിനും അതേപോലെ പ്രധാനം. അതുകൊണ്ട് ഇരു മുന്നണികളും കനത്ത പ്രചാരണം, കാര്യമായ ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൈത്താങ്ങായി 24. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതുചരിത്രം എഴുതി 24. ഭവനരഹിതർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയും ധാരണാപത്രം കൈമാറി. വർഷങ്ങൾ കാത്തിരുന്നിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തവർക്കൊപ്പം നിൽക്കുകയാണ് 24. അർഹരായ 100 കുടുംബങ്ങൾ സ്വന്തമായ വീടെന്ന തണലിലേക്ക് ഈ പദ്ധതി വഴി ചേർന്നു നിൽക്കും. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകും. 24 കണക്റ്റിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുക. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ധാരണാപത്രം കൈമാറി. കോടിക്കണക്കിന് മലയാളിയുടെ മനസ്സായി മാറിയ ദൃശ്യമാധ്യമം 24 കണക്റ്റും അനേകം ഹൃദയങ്ങളിൽ അലിവിന്റെ നിലാവ് പകർന്ന കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 100 സ്വപ്നങ്ങളെ ഇനി ചേർത്ത് പിടിക്കുകയാണ്. അടച്ചുറപ്പുള്ള ഭവനം എന്നത് കേവലം പൂർണ്ണമായും അർഹരായവരിലേക്കാണ് പദ്ധതി എത്തിച്ചേരുകയെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഈ 24 കണക്റ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം ഈ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ഡയറക്ടേഴ്സുമായി നമ്മുടെ ആളുകൾ നടത്തിയ ചർച്ചയിൽ 100 വീടുകൾ കൊടുക്കാൻ പോകുന്നു, അതിന് അവർക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ നിമിഷമാണ്.
അപ്പം അവർ നടത്തുന്ന ഒരു ചാരിറ്റി ഓപ്പറേഷനിലെ ഒരു പ്രധാന പങ്കാളിയാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 24-മായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. 24 ഫ്ലവേഴ്സ് ഗ്രൂപ്പുമായിട്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരിച്ചിട്ട് ഇതുപോലെ 100 പേർക്ക് 100 അർഹതപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് സഹകരിക്കാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. 24 സംസ്ഥാന സമ്മേളന വേദിയിൽ അർഹതപ്പെട്ടവർക്ക് 100 വീടുകൾ നൽകുമെന്ന പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാകുന്നത്. യുവതികൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം, ലഹരിമുക്ത ക്യാമ്പയിൻ തുടങ്ങി നിരവധി പദ്ധതികളാണ് 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. 24 കൊച്ചി. കേരളത്തിന് വിഷുക്കൈനീട്ടമായി ഡബിൾ ഡക്കർ ട്രെയിൻ. കോയമ്പത്തൂർ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ പരീക്ഷണോട്ടം ഇന്ന് നടന്നു. റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡക്കർ AC ചെയർ ട്രെയിനാണ് ഇത്. കോയമ്പത്തൂർ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ പരീക്ഷണയോട്ടം നടന്നു. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയാകും സർവീസ്. നവീകരിച്ച് വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് വണ്ടികളില്ലെന്ന പരാതിക്ക് പരിഹാരം കാണുക കൂടിയാണ് ലക്ഷ്യം. ഞാനിപ്പോൾ ഉള്ളത് മുകളിലത്തെ ഡക്കിലാണ്. അവിടുത്തെ ചെയർ കാറുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AC കമ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ഒരു അനുഭവം, സുഖാനുഭവം ആളുകൾക്കുണ്ടാകും. ഇന്ന് രാവിലെ 8-ന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ 10:45-ന് പാലക്കാട് ടൗണിലും 11:05-ന് പാലക്കാട് ജംഗ്ഷനിലും എത്തി. പൊള്ളാച്ചിയിൽ പരീക്ഷണയോട്ടം അവസാനിപ്പിച്ചു. ബുധനാഴ്ചകളിൽ ഉദയ് എക്സ്പ്രസിന് സർവീസ് ഇല്ലാത്തതിനാലാണ് പരീക്ഷണയോട്ടത്തിന് ഈ ദിവസം തെരഞ്ഞെടുത്തത്. ദക്ഷിണ റെയിൽവേയുടെ സേലം, പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണയോട്ടം നടത്തുന്നത്. ഡബിൾ ഡക്കർ ട്രെയിനിന്റെ സമയക്രമം നിലവിൽ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ട്രെയിൻ പാലക്കാട്ടെ യാത്രക്കാർക്കടക്കം വലിയ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൂരം പൊടിപൂരം. ഡബിൾ ഹോസ് പൂരം പൊടിപൂരം സമർപ്പിക്കുന്നത് ഡബിൾ ഹോസ് ജാഗറി പൗഡർ. ആരോഗ്യം, സൗകര്യം, മാധുര്യം. പവേർഡ് ബൈ TT ദേവസി ജ്വല്ലേഴ്സ്, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ഇത്തവണത്തെ ഇലഞ്ഞിത്തറ മേളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലെ ഇലഞ്ഞി പൂത്തുലഞ്ഞു നിൽക്കുകയാണ് ഇത്തവണ. പൂരാവശ്യത്തിലേക്കുള്ള കുട്ടിക്കയറ്റത്തിനായി തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും മേളം. തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറുന്നത് ഇവിടെയാണ്. പതിവിലും വിപരീതമായി ഈ ഇലഞ്ഞി പൂത്ത് തളിർത്തു നിൽക്കുകയാണ്. അതിന് തൃശൂർക്കാർക്ക് ഒരു വിശ്വാസവുമുണ്ട്. പാറമേക്കാവ് ഭഗവതി ആദ്യം വന്നിരുന്നത് ഈ ഇലഞ്ഞിച്ചോട്ടിലാണ്. ഇവിടെ നിന്നാണ് പാറമേക്കാവിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ ഈ ഇലഞ്ഞി നല്ലോണം പൂത്താൽ ഇപ്രാവശ്യം പൂത്തൊലഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വർഷത്തെ പൂരം അതിഗംഭീരമാവുമെന്നാണ് അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ പടിഞ്ഞാറേ ഗോപുരത്തിന് വടക്കായാണ് ഇലഞ്ഞിമരം. ഇതിനു ചുവട്ടിൽ പൂരനാളിൽ 2 മണിക്കൂറോളം ദൈർഘ്യത്തിൽ പാറമേക്കാവാണ് ഇലഞ്ഞിത്തറ മേളമൊരുക്കുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പാണ്ടിമേളം നടക്കുന്ന ഏക ക്ഷേത്രവും ഇതുതന്നെ. ക്ഷേത്രങ്ങളുടെ അകത്ത് കൊട്ടുന്ന ഏക പാണ്ടിമേളം വടക്കുംനാഥ ക്ഷേത്രത്തിൽ കൊട്ടുന്ന ഇലഞ്ഞിത്തറ മേളം മാത്രമാണ്. അത് എന്താ വെച്ചാൽ അസുരവാദ്യമാണ്, ദേവവാദ്യമാണ്, പഞ്ചാരിയാണ് കൊട്ടാറ്. ഇത് ഭഗവതി ഇവിടെ വന്ന് പാറമേക്കാവിലേക്ക് പോയി. അത് കാരണം ആ ഒരു ഐതിഹ്യത്തിൽ ഇവിടെ പാണ്ടിമേളമാണ് കൊട്ടാറ്. പൂരാവേശത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഇലഞ്ഞിത്തറ മേളത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. തൃശൂരിൽ നിന്ന് അബിത്തിനൊപ്പം അശ്വിൻ പാലാഴി, 24. ഗൾഫിൽ ദുരിതമഴ. UAE-യിലെ അതിശക്തമായ മഴയ്ക്ക് ഇനിയും ശമനമില്ല. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. ദുബായ് മെട്രോ സർവീസും മുടങ്ങി. വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണിപ്പോൾ. 75 വർഷത്തിനിടെയുണ്ടായ റെക്കോർഡ് മഴയിൽ UAE-യിൽ ജനജീവിതം താറുമാറായി.
മഴയിൽ ദുബായ് എയർപോർട്ട് റൺവേയിൽ വെള്ളം കയറിയതിനാൽ ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. വിമാന സർവീസുകൾ സാധാരണ നിലയിലാകാൻ സമയമെടുക്കുമെന്നാണ് ദുബായ് എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ് എയർലൈൻ ദുബായിൽ നിന്ന് യാത്രക്കാർക്കുള്ള ചെക്ക് ഇൻ ഇന്ന് അർദ്ധരാത്രി വരെ നിർത്തിവെച്ചു. ദുബായിൽ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കി. ദുബായിലേക്കുള്ള 3 വിമാനങ്ങളും ഷാർജയിലേക്കും ദോഹയിലേക്കുമുള്ള ഓരോ വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. UAE പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഷാർജയിൽ വൈദ്യുത ബന്ധം തകരാറിലായി. മഴയെ തുടർന്ന് ഒരു മരണമാണ് UAE റിപ്പോർട്ട് ചെയ്തത്. റാസൽ ഖൈമയിലെ വാദി ഇസ്ഫാനിയിലാണ് മലവെള്ളപ്പാച്ചിൽ കുടുങ്ങി 40 വയസ്സുകാരനായ UAE സ്വദേശി മരിച്ചത്. ദുബായിൽ നിന്നുള്ള ഇന്റർസിറ്റി ബസ്സുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ നിർത്തിവച്ചിരിക്കുകയാണ്. റോഡിലെ വെള്ളത്തിലകപ്പെട്ട് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 24 ദുബായ്. ഇതോടെ 24 റൗണ്ടപ്പ് ഇവിടെ പൂർത്തിയാവുകയാണ്.